الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فيا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. ബഹുമാനനാണ് വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ കൽപ്പനാ നിയമങ്ങളും നിയമവ്യവസ്ഥകളും ഭൗതിക ജീവിതത്തിലെ മുഴുവൻ സമയങ്ങളിലും കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കി അല്ലാഹുവിനെ മാത്രം കീഴ്പ്പെട്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ വളർത്തുന്നത് പോലെ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിക്കുന്ന കാലം അത്രയും പടച്ചവന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും ഏറ്റവും ഉയർന്ന ഈമാനിൽ അല്ലാഹുവിലേക്ക് മടങ്ങുവാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന കുറ്റവും കുറവും വീഴ്ചകളും പോരായ്മകളും അല്ലാഹുവിന്റെ കരുണ കൊണ്ടും പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രശസ്തനായ ഒരു ഇസ്ലാമിക പണ്ഡിതന്റെ അടുക്കൽ ആബിദത്തായ ഒരു സ്ത്രീ വന്നിട്ട് ഒരു സംശയം ചോദിക്കുന്നുണ്ട്. ഞാൻ ചെറുപ്പം മുതലേ പടച്ചവനെ ഇഷ്ടപ്പെട്ട് പടച്ചവനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. ചെറിയ പ്രായത്തിൽ എനിക്ക് എൻ്റെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ആ നഷ്ടത്തെ ഞാൻ നികത്തിയത് എൻ്റെ റബ്ബുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിലൂടെയാണ്. എനിക്ക് എന്ത് വിഷമം വന്നാലും പ്രയാസങ്ങൾ വന്നാലും ഞാൻ പടച്ചവന്റെ മുന്നിൽ ദുആ ചെയ്യും. ആ ദുആ ഉടനടി അല്ലാഹു സ്വീകരിക്കുകയും ചെയ്യും. എൻ്റെ ജീവിതാനുഭവത്തിൽ ഇന്നലെ വരെ പടച്ചവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരുന്നിട്ടില്ല. പക്ഷെ ഈ അടുത്തായി എൻ്റെ ജീവിതത്തിൽ കുറച്ചധികം പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹു എനിക്ക് തന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇബാദത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കുകയും പ്രാർത്ഥന കുറച്ചധിക സമയം നടത്തുകയും ചെയ്യും. പക്ഷെ അല്ലാഹു പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും പടച്ചവൻ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കാത്തത്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും തെറ്റിന്റെ കാരണത്താലോ അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വിവാദത്തിൽ അല്ലാഹു അതൃപ്തിയുള്ളത് കൊണ്ടോ ആണോ എന്നതാണ് ഈ സ്ത്രീയുടെ സംശയം. സാധാരണഗതിയിൽ എനിക്കും നിങ്ങൾക്കൊക്കെ പല സന്ദർഭങ്ങളിലും ഉണ്ടാകുന്ന തോന്നലുകളും ചിന്തയും സംശയവും ഈ രൂപത്തിലൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മളൊക്കെ നിരന്തരം പ്രാർത്ഥിക്കുന്ന ആളുകളാണ്, ദുആ ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ആ ദുആ ഉടനടി സ്വീകരിക്കണം എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഒരു പക്ഷെ ഈ സ്ത്രീ ചിന്തിച്ചതുപോലെ
പ്രാർത്ഥന സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ പടച്ചവനിക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്നും എന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള തോന്നലും, പ്രാർത്ഥന സ്വീകരിക്കാത്ത സന്ദർഭങ്ങളിൽ പടച്ചവന് എന്നോട് എന്തോ ഒരു വെറുപ്പോ അതൃപ്തിയോ ഉണ്ട് എന്നൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയും പടച്ചവനും തമ്മിലുള്ള ബന്ധത്തെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന വേഗതയുമായി ബന്ധപ്പെട്ട് ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യേണ്ട ഒരു മാനദണ്ഡമല്ല അത് എന്നതാണ് പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരാളുടെ പ്രാർത്ഥന ഉടനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അയാൾ പടച്ചവനുമായി ആത്മബന്ധമുള്ള ആളെന്നും, ഒരാളുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല എങ്കിൽ അയാൾ പടച്ചവനിൽ നിന്ന് അകന്നു ജീവിക്കുന്ന ആളാണ് എന്ന അർത്ഥം ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് കിട്ടില്ല. അതേസമയം പ്രാർത്ഥന സ്വീകരിക്കേണ്ടത് അള്ളാഹുവിന്റെ കടമയാണ്. അള്ളാഹുവിനറിയാം എന്റെ പ്രാർത്ഥന ഏത് സമയത്ത്, ഏത് അവസരത്തിൽ, ഏത് സന്ദർഭത്തിൽ, ഏത് വർഷത്തിൽ, ഏത് ജീവിതാനുഭവത്തിൽ കടന്നു പോകുമ്പോൾ സ്വീകരിക്കണം എന്നുള്ളത് അള്ളാഹുവിനറിയാം. പ്രത്യേകിച്ചും നമുക്കൊക്കെ, പുതിയ കാലത്ത് ജീവിക്കുന്ന ആളുകൾക്ക് പ്രാർത്ഥനയിൽ പോലും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പെട്ടെന്ന് കിട്ടുക എന്നുള്ള ഒരു മനസ്സിനകത്ത് തന്നെ, മനുഷ്യന്റെ ബുദ്ധിയിൽ തന്നെ, മനുഷ്യന്റെ ബ്രെയിനിൽ തന്നെ അത്തരത്തിലുള്ള ഡോപ്പമിൻ വർക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ജനിച്ചു വളരുന്ന കുട്ടികളെ കുറിച്ചിട്ടുള്ള പഠനത്തിലൊക്കെ മനഃശാസ്ത്രത്തിൽ അങ്ങനെ ഒരു പഠനം തന്നെ കാണാൻ സാധിക്കും. കുട്ടികൾ വല്ലാത്ത കാര്യങ്ങൾ ഒന്ന് ആഗ്രഹിച്ചാൽ അത് പെട്ടെന്ന് കിട്ടാനുള്ള ഒരു ബ്രെയിൻ ഡോപ്പമിൻ അവരുടെ ഹൃദയങ്ങളിലും അവരുടെ ബ്രെയിനിലും വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള പഠനങ്ങൾ ഇതിനോട് ചേർത്ത് വെക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കടക്കം ജീവിതത്തിൽ വിശക്കുന്ന ഉടനെ ഭക്ഷണം കിട്ടണം, ജോലിക്ക് കയറി ഉടനെ ശമ്പളം കിട്ടണം, ആ ശമ്പളം കിട്ടി ഉടനെ അത് ചെലവഴിക്കണം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യണം എന്നുള്ള ഒരു സോഷ്യൽ സ്ട്രക്ചറിലെല്ലാം തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ അത് നമ്മുടെ പ്രാർത്ഥനയിൽ പോലും ബാധിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അത് വിവാദത്തിനെ പോലും സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ട ഒരു സമയമാണ്. പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയുടെ ഒരുപാട് ഉദാഹരണങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. അത് അല്ലാഹു സ്വീകരിക്കുന്ന എങ്ങനെയാണ് അല്ലാഹു സ്വീകരിക്കുന്ന വഴി, അതിനെ കുറിച്ചിട്ടും ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ജീവിതത്തിൽ ഒന്ന് കഴിയുമ്പോൾ അടുത്തത് എന്ന അർത്ഥത്തിൽ പ്രതിസന്ധികൾ ചെയിനയിൽ അനുഭവിച്ച ഒരാളാണ്. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഓരോന്നും കഴിയുമ്പോൾ അതിനേക്കാൾ വലിയ പ്രതിസന്ധി അനുഭവിച്ച ഒരാളാണ്. റസൂലുള്ളാഹി പോലും ചോദിച്ചു പോയിട്ടുണ്ട്. മത്താ റസൂലുള്ളാഹ് ഖുർആനില് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ആയത്താണ്. അള്ളാഹു എപ്പോഴാണ് അള്ളാഹുവെ നിന്റെ സഹായം ഉണ്ടാകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ വന്നുപോയ പ്രവാചകന്മാരെല്ലാവരും, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിരവധി പ്രാർത്ഥനകൾ ഖുർആനിലുണ്ട്. പക്ഷെ അതിൽ 90% പ്രാർത്ഥനകളും സ്വീകരിച്ചത് അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം. ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, മക്കയെ കുറിച്ചിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതാണ്. അള്ളാഹു ഈ ഭൂമി, ഈ പ്രദേശം നീ അമ്മുള്ള സമാധാനമുള്ള അന്തരീക്ഷാക്കണ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതിന്റെ ഉത്തരം കിട്ടിയത് ഇബ്രാഹിം നബിന്റെ കാലത്തല്ല, പിൽക്കാലത്താണ്. എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മോനെ നഷ്ടപ്പെട്ടിട്ട് 40 കൊല്ലം പ്രാർത്ഥിച്ചതിന് ശേഷം ഉത്തരം കിട്ടിയത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷക്കാലം പ്രബോധനം ചെയ്യുമ്പോൾ ഒക്കെ അള്ളാഹു ഞാൻ രാപ്പകലില്ലാതെ ഓടി നടക്കുന്ന ആളാണ്, ആളുകൾ എന്നെ സ്വീകരിക്കുന്നില്ല, എന്നെ കാണുമ്പോൾ ആളുകൾ ചെവിയിൽ വിരൽ വെച്ചിട്ട് ഓടുക എന്നൊക്കെ അള്ളാഹുവിനോട് ഖേദം പ്രകടിപ്പിച്ചിട്ട് അതിന്റെ സ്വീകരണം, ആ പ്രാർത്ഥന പോലും സ്വീകരിക്കുന്നത് പിൽക്കാലത്താണ്. എന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കുന്നത് ഉടനെ സ്വീകരിക്കണം എന്നുള്ളതും അങ്ങനെ സ്വീകരിക്കാന്നുള്ളത് എന്റെ തഖ്വയും എന്റെ ഈമാനിന്റെയും ഫലത്തിൽ സ്കെയിൽ വെച്ച് അളക്കേണ്ട ഒന്നല്ല എന്നുള്ളതാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. പ്രാർത്ഥന നമ്മുടെ ആയുധാണ്. ഉദാഹരണത്തിന് നമ്മൾ എന്തോ ഭൗതികപരമായ ജീവിതത്തിൽ ഒരു നേട്ടത്തിന് വേണ്ടി ഒരു കൊല്ലായിട്ട് പ്രാർത്ഥിക്കാൻ ഒരു കൊല്ലായിട്ട് നിരന്തരം പ്രാർത്ഥിക്കാൻ, ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് വിചാരിച്ച് ഓരോ വക്തത്തിലും പ്രാർത്ഥിക്കാൻ. പക്ഷെ അയാൾക്ക് കിട്ടിയത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ്. ഈ കിട്ടുന്ന സമയത്ത് അയാൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ഇസ്ലാം പറയുന്നു ഈ സന്തോഷത്തെക്കാൾ, ഈ നന്മയേക്കാൾ 10 മടങ്ങ് വലുപ്പമുണ്ട് ഈ കഴിഞ്ഞ ഒരു കൊല്ലം നീ നടത്തിയ പ്രാർത്ഥന.
ഒരാൾ വീടാണ് സ്വപ്നം കണ്ട് പ്രാർത്ഥിച്ചതെങ്കിൽ, ജോലിയാണ് സ്വപ്നം കണ്ട് പ്രാർത്ഥിച്ചതെങ്കിൽ, ആ ജോലി കിട്ടുന്നതോടുകൂടി അയാൾക്ക് ഭൗതിക ജീവിതത്തിൽ ചെറിയൊരു സന്തോഷം കിട്ടുന്നുള്ളൂ. പക്ഷെ അന്നൊരു കൊല്ലം പ്രാർത്ഥിപ്പിച്ചതെന്തിനാന്ന് ചോദിച്ചാൽ, ആ ഒരു കൊല്ലത്ത് നിന്റെ പ്രാർത്ഥന പരലോകത്ത് നിനക്കുണ്ടാകുന്ന നേട്ടം, നിനക്കുണ്ടാകുന്ന നന്മ, അത് ആഗ്രഹിച്ചിട്ട് അങ്ങനെയെങ്കിലും നിന്റെ ജീവിതത്തിൽ കുറച്ച് നന്മകൾ കയറട്ടെ എന്ന് അള്ളാഹു ആഗ്രഹിച്ച്, അള്ളാഹു തീരുമാനിച്ച് എന്നെ കൊണ്ടൊരു കൊല്ലം അള്ളാഹു ഇങ്ങനെ പിറകെ നടത്താൻ. ഈ അടുത്ത കാലത്ത് സാധാരണ ഫോണിൽ വിളിച്ച് വിഷമം പറയുന്ന ഒരാളുണ്ട്. അയാൾക്ക് വേണ്ടുന്നത് കേട്ടു കൊടുക്കുക എന്ന് മാത്രം, സൊല്യൂഷൻ ഒന്നും അയാൾക്ക് വേണ്ട. ജീവിതത്തിൽ ഇടക്കിടക്ക് വിഷമം വരും, അത് ആരെങ്കിലും ഒക്കെ വിളിച്ച് ആ സമയത്ത് അവൈലബിൾ ആകുന്ന ആളെ വിളിച്ചിട്ട് ഇങ്ങനെ വിഷമം പറയും. ആ വിഷമത്തിൽ പല ആംഗിളിൽ അയാൾ സംസാരിക്കും. കുടുംബ വിഷയം ഉണ്ടാവും, സാമ്പത്തിക വിഷയം ഉണ്ടാവും, ആരോഗ്യ വിഷയമൊക്കെ ഉണ്ടാവും. അരമണിക്കൂർ മിനിമം. ഈ അടുത്ത് അയാൾ വിളിച്ചിട്ട് ഇന്ന് എനിക്ക് വിഷമമൊന്നും പറയാനില്ല. എന്താ, ഞാനൊരു കാര്യം മനസ്സിലാക്കി. എന്താ കാര്യം? ഞാൻ മനസ്സിലാക്കിയത്, അള്ളാഹു എന്നെ ഇങ്ങനെ നിരന്തരം പരീക്ഷിക്കുന്നത് ഞാൻ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ശീലം, എല്ലാ നിസ്കാരത്തിന് ശേഷവും കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എന്റെ ശീലം, ഈ സാധനം കിട്ടുന്നതോട് നിൽക്കും എന്നതാണ് എന്റെ നേച്ചർ എന്നുള്ളതറിയാം. കാര്യം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള എന്റെ സ്വഭാവം അള്ളാഹു അറിയുന്നുണ്ട്. ഇവൻ എപ്പോഴും എന്റെ അടുത്ത് വരുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് നിരന്തരം അള്ളാഹു പരീക്ഷണം തരുന്നതാണ് എന്ന് എനിക്ക് ബോധ്യമായി. അതുകൊണ്ട് ഒരു പരാതിയും സങ്കടവും പറയാൻ ഞാൻ വിളിക്കൂല. ഈ പരാതിയും പ്രയാസവും ബുദ്ധിമുട്ടും എൻജോയ് ചെയ്യാൻ, ആഘോഷിക്കാൻ ഞാൻ തീരുമാനിച്ചു. പടച്ചവനുമായിട്ടുള്ള ബന്ധത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ ആഘോഷിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. ഇതൊരു സാധാരണക്കാരനൊരു മനുഷ്യൻ പറയാൻ. ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരുടെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ. പ്രാർത്ഥിക്കുന്നതിന്റെ ഉടനെ ഉത്തരം കിട്ടണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കാൻ പാടില്ല. കാരണം എപ്പോഴാണ് എനിക്ക് വേണ്ടുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ അറിവ് പടച്ചവനാണ്. എന്റെ ഖദറിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ അറിവ് പടച്ചവനാണ്. എന്റെ നാളെയെ കുറിച്ചിട്ടുള്ള കൃത്യമായ അറിവ് പടച്ചവനാണ്. ആ പടച്ചവൻ തീരുമാനിക്കും എപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്നുള്ളത്. സൗദി അറേബ്യയിൽ മരണപ്പെട്ട ആളുകളെ ഖബറടക്കുകയും ആ മയ്യത്തിനെ, അല്ലെങ്കിൽ ഖബറടക്കാനും മയ്യത്ത് നാട്ടിലെത്തിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു പ്രവാസി, ഒരു മനുഷ്യന്റെ ഒരു അനുഭവമുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. അദ്ദേഹം പറയാണ്, ഒരു ദിവസം എനിക്കൊരു കോൾ വന്നു, മലയാളിയായ ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ടുണ്ട്, അത്രയും പെട്ടെന്ന് ഖബറടക്കണം. അങ്ങനെ ഖബറടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തുമ്പം അന്ന് അവിടെ സ്പേസ് ഉണ്ടായിരുന്നില്ല. ജന്നാത്തുൽ ബഖീയിൽ ഖബറടക്കാനുള്ള അവസരം ഭാഗ്യവശാൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയാണ് അതിനുള്ള സൗകര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടാമതൊരു കോൾ വന്നു. അതേ ഭാഗത്തു നിന്നുള്ള, പ്രദേശത്തു നിന്നുള്ള പ്രസവിച്ച ഉടനെയുള്ള ഒരു കുട്ടിയും കൂടി മരണപ്പെട്ടിട്ടുണ്ട്. ആ കുട്ടിയും കൂടി ഖബറടക്കാനുള്ള സംവിധാനം ചെയ്യണം. മരണപ്പെട്ടതൊരു സ്ത്രീയാണ്. ആദ്യം മരണപ്പെട്ടതൊരു സ്ത്രീയാണ്. ആ സ്ത്രീയെ ഖബറടക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ സ്ത്രീയുടെ ഭർത്താവ് അടക്കമുള്ള കുടുംബാംഗങ്ങൾ സ്വന്തം ഭാര്യയെ ഖബറടക്കുന്ന സന്ദർഭത്തിൽ ഒരു കുഞ്ഞിനെയും കൂടി, പ്രസവിച്ച ഉടനെയുള്ള കുഞ്ഞിനെയും കൂടി ആളുകൾ കൊണ്ടുവരികയാണ്. ആ സ്ത്രീയുടെ മയ്യത്തിന്റെ കൂടെ ആ കുട്ടിനെയും കൂടി ഖബറടക്കാൻ. ഇത് കഴിഞ്ഞപ്പോഴാണ് ഈ അനുഭവത്തിലൂടെ ലോകത്തിന് സമ്മാനിച്ച, അല്ലെങ്കിൽ ലോകത്തിനെ ബോധ്യപ്പെടുത്തിയ വലിയൊരു സന്ദേശം. ഈ മരണപ്പെട്ടു പോയ സ്ത്രീ വർഷങ്ങളായി വിവാഹ ജീവിതത്തിലൂടെ, ദാമ്പത്യ ജീവിതത്തിലൂടെ പടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കുഞ്ഞിക്കാല് കാണാൻ. ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി ആ സ്ത്രീയും ഭർത്താവും നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു, ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം ആ സ്ത്രീ ദുനിയാവിൽ കുട്ടിയില്ലാതെ മരണപ്പെടുകയാണ്. പക്ഷെ അള്ളാഹു ആ ഉത്തരം സ്വീകരിച്ചത് ഖബറിൽ ആ സ്ത്രീയുടെ കൂടെ ഒരു കുട്ടിയെ വെച്ചു കൊടുക്കാൻ. പടച്ചോനറിയാം ആ സ്ത്രീ മരണപ്പെടേണ്ട ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് ഈ സമയത്ത് കുട്ടിയെ കൊടുത്താൽ ബാപ്പാക്ക് ഉണ്ടാകുന്ന ഓരോ വ്യക്തിയും അള്ളാഹ്ക്കറിയാലോ, ഓരോ വ്യക്തിന്റെ ഫ്യൂച്ചർ അള്ളാഹ്ക്കറിയാലോ, നാളെ കുറിച്ചിട്ട് അള്ളാഹ്ക്കറിയാലോ. അതിമനോഹരമായ രീതിയിൽ അള്ളാഹു ഇടപെടുകയാണ്. പ്രിയപ്പെട്ടവരെ, സഹാബാക്കളുടെയും ഖുർആനിന്റെയും ആയത്തുകളിലും ഹദീസുകളിലും കഥകളിലും മാത്രമല്ല, എൻ്റെ നിങ്ങളൊക്കെ ജീവിതാനുഭവങ്ങളിൽ അള്ളാഹു ഇങ്ങനെ അത് കാണിച്ചു തരും. അത് വെയിറ്റ് ചെയ്യാനുള്ള സബർ നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് അള്ളാഹു ഉത്തരം തരും എന്നുള്ളൊരു ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തിലൂടെ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കാൻ
അതാണ് സൂറ ബഖറയിൽ ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. റസൂലുള്ളാഹിനോട് അള്ളാഹിനെ പരിചയപ്പെടുത്താൻ പറഞ്ഞത് വലിയ ഫിലോസഫി പറഞ്ഞിട്ടൊന്നുമല്ല. അള്ളാഹിനെ കുറിച്ചിട്ടുള്ള ഫിലോസഫിക്കൽ റിസർച്ചുകളും അതിലൂടെ രൂപപ്പെട്ടു വരുന്ന ഒരുപാട് കണ്ടെത്തലുകളും അല്ല നിങ്ങൾ ജനങ്ങളോട് പറയേണ്ടത്. അല്ല എവിടെയാണ് ചോദിച്ചാൽ പറയേണ്ടത് അന്നി ഫഇന്നി ഖരീബ്, അടുത്തുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. ഖരീബ് എന്ന അറബി ഭാഷയിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് അങ്ങനെ പറയാ. ഖുർബത്ത്, ഖരീബ് എന്നൊക്കെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ പ്രാർത്ഥനകൾക്ക് കണ്ടീഷൻസ് ഒന്നുമില്ല. നിസ്കാരത്തിന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടല്ലോ, നിയമങ്ങളുണ്ടല്ലോ, നിർദ്ദേശങ്ങളുണ്ടല്ലോ, രൂപങ്ങളുണ്ട്, അത് തെറ്റിക്കാൻ പാടില്ലല്ലോ. നോമ്പിന് അങ്ങനെ ഉണ്ടല്ലോ, സക്കാത്തിന് അങ്ങനെ ഉണ്ടല്ലോ, ഉംറക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഹജ്ജിനുണ്ടല്ലോ, എല്ലാത്തിനും രൂപങ്ങൾ തെറ്റിക്കാൻ പാടില്ല. പ്രാർത്ഥനയ്ക്ക് കണ്ടീഷൻസ് ഒന്നുമില്ല. ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുള്ള ഇമോഷനായിട്ട് എന്ന് ഷെയർ ചെയ്യലാണ്. അക്ഷരങ്ങളുടെ ഭംഗി വെക്കലല്ല, സാഹിത്യങ്ങൾ ചേർത്ത് വെക്കലല്ല, അറബിയിൽ വേണോ എന്റെ ഭാഷയിൽ വേണോ എന്നുള്ള ആലോചനയും ഇല്ല. എന്താണോ എന്റെ ഹൃദയത്തിലുള്ള ഇമോഷൻ അത് പറയും കൂടി വേണ്ടാണ്. റസൂലുള്ളാഹിന്റെ ഒക്കെ ചില നിസ്കാരത്തെ കുറിച്ചിട്ട് ചരിത്രത്തിൽ ഇങ്ങനെ കാണാം. വെറുതെ ഇങ്ങനെ സുജൂദിൽ കിടന്നിട്ട് ചില സഹാബാക്കൾ പൊട്ടുന്നുണ്ടാവും. ആ പൊട്ടുന്ന ശബ്ദത്തെ കുറിച്ചിട്ട് ഹദീസ് കൊടുത്തൊരു കോട്ടിങ് എന്താന്ന് പറഞ്ഞാല്, അടുക്കളയിൽ ഒരു പാചകം ചെയ്യുന്ന ഒരാള് എണ്ണ തിളപ്പിക്കാൻ വെക്കുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് സഹാബാക്കളുടെ നിസ്കാരത്തിലും സുജൂദിലും കേൾക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ ആ പൊട്ടുന്ന സൗണ്ട് അവർക്ക് കേൾക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ പടച്ചവർക്ക് നമ്മളെ അറിയാം, നമ്മളുടെ അവസ്ഥകൾ അറിയാം. നമ്മളുടെ പണി ചോദിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. പ്രവാചകന്മാര് ചോദിച്ചതുപോലെ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചതുപോലെ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചതുപോലെ രണ്ട് കാര്യങ്ങൾ പ്രവാചകന്മാരിൽ നിന്ന് അള്ളാഹു എടുത്തു കളഞ്ഞിട്ട് ആർക്കും അറിയാത്ത രണ്ട് കാര്യങ്ങളാണ്. മലക്കുകൾ പോലും അറിയില്ല. അതിലൊന്ന് ഖിയാമത്ത് നാളാണ്. ജിബ്രീലിന് പോലും അറിയില്ല എപ്പോഴാണ് ഖിയാമത്ത്. എല്ലാ പ്രവാചകന്മാർക്കും വഹി ഇറക്കുന്ന ആളാണ് ജിബ്രീൽ. ജിബ്രീലിന് അറിയില്ല എപ്പോഴാണ് ഖിയാമത്ത് നാൾ. റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് സഹാബാക്കൾ ചോദിച്ചിട്ടുണ്ട്, മത്താ സഅ യാ റസൂലല്ലാഹ്, എപ്പോഴാണ് ഖിയാമത്ത് നാൾ ഉണ്ടാകുക? ആളുകൾക്ക് ഇങ്ങനെ ആകാംക്ഷയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്, ഖുർആനിലെ ആയത്താണ്. ആ പറയുന്ന ഇൽമ്, അറിവ് അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്. ഇതൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, അള്ളാഹു എപ്പോഴാണ് സഹായിക്കുക എന്നൊരാൾക്കും അറിയില്ല. മലക്കുകൾക്കും അറിയില്ല, പ്രവാചകന്മാർക്കും അറിയില്ല. ഇത് അള്ളാഹ് എല്ലാ മനുഷ്യരുടെയും അറിവിൽ നിന്ന് എടുത്തു കളഞ്ഞ് അള്ളാഹുവിന് മാത്രം അറിയുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബിക്ക് അറിയില്ല അന്ന് എങ്ങനെയാ സഹായിക്കാൻ. വലിച്ചെറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആദുഖുലി ബർദൻ വസലാമിൻ അലാ ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർക്ക് പോലും അറിയാത്തൊരു സംഗതി എനിക്കും നിങ്ങൾക്കും അറിയില്ല. എന്റെ പ്രാർത്ഥന എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുക, ഏത് റൂട്ടിലാണ് അള്ളാഹു സ്വീകരിക്കുക, ഏത് വഴിയിലാണ് അള്ളാഹു സ്വീകരിക്കുക എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല. മറിയം ബീവി എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്ന, വളരെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന, ഖുർആനിൽ പരാമർശിച്ച ഏക സ്ത്രീയാണ്, ഏക വനിതയാണ്. അതിമനോഹരമായ ജീവിതാനുഭവങ്ങൾ ഖുർആൻ മറിയം ബീവിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. മോസ്റ്റ് മോഡേൺ കാലഘട്ടത്തിലെ ഫെമിനിസത്തെ കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്യുന്ന കാലഘട്ടത്തിൽ ഒരു പെണ്ണിന്റെ അസ്തിത്വം എന്താണെന്നും പെണ്ണിന്റെ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളതും പെണ്ണ് എന്ന് പറയുന്നതിന്റെ വില, ആത്മാഭിമാനം, അത് എത്രമാത്രം വലുപ്പമുള്ളതാണൊക്കെ പഠിക്കണമെങ്കിൽ ഖുർആനിലെ സൂറ മറിയം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ആ സൂറ മറിയമിന്റെ ചെറുപ്പത്തിലെ പ്രാർത്ഥനയും വലുതാകുമ്പോൾ ഉണ്ടാകുന്ന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രസവിച്ചതിന് ശേഷമുള്ള പ്രാർത്ഥനയും കാണാം. ചെറുപ്പത്തിലുള്ള പ്രാർത്ഥന എന്താന്ന് പറഞ്ഞാൽ, കുല്ലമാ ദഖല അലൈഹ സക്കരിയ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖ. സക്കരിയ നബിയാണ് വളർത്തുന്നത്, ചരിത്രത്തിലേക്ക് പോകുന്നില്ല. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമാണ് വളർത്തുന്നത്. സക്കരിയ നബി എപ്പോഴൊക്കെ മറിയം ബീവി ഇരിക്കുന്ന പള്ളിയുടെ ഒരു മൂലയിലൊരു റൂമ, ആ റൂമിലേക്ക് പോകുമ്പോഴൊക്കെ നാട്ടിൽ എവിടെയും കാണാത്ത ഭക്ഷണ വിഭവങ്ങൾ കാണും. അപ്പൊ ചോദിക്കും, അന്നാലക്ക് ഹാദ, മോളെ കേടുന്ന, അത് അള്ളാന്റെ അടുത്തുന്ന. ചെറുപ്പം മുതലേ പടച്ചവനുമായിട്ട് അത്രയധികം ബന്ധമുള്ള, ഭക്ഷണം പോലും കിട്ടുന്ന രീതിയിലുള്ള ബന്ധമുള്ള ഒരാള് കുറച്ച് കഴിഞ്ഞപ്പം അള്ളാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് മറിയം ബീവിയോട് പറയുന്നുണ്ടല്ലോ, ഒരു ഗർഭത്തിന് വേണ്ടി തയ്യാറായ. അപ്പൊ പറയുന്നുണ്ട്, എന്നൊരു പുരുഷൻ പോലും സ്പർശിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാണ് എനിക്ക് ഗർഭം ഉണ്ടാകുന്നൊക്കെയുള്ള സംസാരത്തിൽ അവസാനം മറിയം ബീവി അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹു എന്തിനാണ് എനിക്ക് ഇത്ര വലിയ പരീക്ഷണം വരുന്നത്? ആളുകൾ എന്നെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്? നാട്ടിലെ മുഴുവനും എന്തൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്റെ മുഴുവൻ ഇമേജ് നഷ്ടാകുന്ന രീതിയിൽ അള്ളാഹു എന്തിനാണ് എന്നെ ഈ രീതിയിൽ, ഈ രൂപത്തിൽ എന്നെ പരീക്ഷിച്ചത്
എന്ന ചോദ്യത്തിന്റെ ഉത്തരം മറിയം ബീവിയുടെ ആ ജീവിത കാലയളവിന് ശേഷമാണ് ആ പറയുന്ന ത്യാഗത്തിന്റെ റിസൾട്ട് വരുന്നത്. ഖുറാനില് ആകെ എല്ലാ പ്രവാചകന്മാരെയും അല്ലെങ്കിൽ അറേബ്യൻ സംസ്കാരം അനുസരിച്ചിട്ട് ആളുകളുടെ പേര് പറയുമ്പോൾ ഉപ്പയുടെ പേരിലാണ് ചേർത്ത് പറയാ. പക്ഷെ ഈസാ നബിയുടെ പേരിൽ ഈസ ബിൻ മറിയം എന്ന വലിയൊരു ടൈറ്റിലിൽ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്താണ്. ഇങ്ങനെ എനിക്കും നിങ്ങളുടെയും ബുദ്ധിക്കൊരു പരിമിതിയുണ്ട്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മുടെ ജീവിതം നിശ്ചയിച്ചത് കാലമില്ലാത്തൊരവസ്ഥയിലാണ്. നമുക്ക് കാലമുണ്ട്, അള്ളാഹുവിന് കാലമില്ല. ഖുറാനിൽ ഖിയാമത്ത് നാളും നരക ജീവിതമൊക്കെ സംഭവിച്ചതായിട്ടാണ് പറയുന്നത്. ഇപ്പം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നാളെ ആളുകളെ അഭിസംബോധന ചെയ്തിട്ട് ചോദിക്കും, ഞാൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആരും എന്നെ ആരാധിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു സന്ദർഭം ഖുറാനിൽ നടന്നതായിട്ടാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് പറഞ്ഞാൽ അള്ളാഹുവിന് നമുക്ക് മൂന്ന് രീതിയിലുള്ള കാലഘട്ടത്തെ കുറിച്ചിട്ടുള്ള മൂന്ന് രീതിയിലുള്ള, ഒന്ന് കഴിഞ്ഞ കാലം, ഒന്ന് പ്രസന്റ്, പിന്നെ വരാൻ പോകുന്ന ഫ്യൂച്ചർ. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നും ഇല്ല. അതുകൊണ്ട് നമ്മുടെ കോമൺ ആയിട്ട് പറയും അതൊരു പക്ഷെ നമുക്ക് ഭാവിയിലുള്ള, അതല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ കഴിഞ്ഞ ഏതോ ഒരു സന്ദർഭമാണ് എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായി നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ആ റൂട്ടിനെ കുറിച്ചിട്ട് നമുക്ക് ഒരിക്കലും വിലയിരുത്താൻ പറ്റില്ല, സ്കെയിൽ വെച്ച് അളക്കാൻ പറ്റില്ല. അള്ളാഹു സഹായിക്കാനും അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കാനും തീരുമാനിച്ചാൽ അത് ഏതെങ്കിലും രൂപത്തിലും ഏതെങ്കിലും വഴിയിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇനി സ്വീകരിച്ചിട്ടില്ല എന്ന് സംഭവിച്ചാൽ തന്നെ അത് എനിക്ക് പടച്ചോന് എന്റെ എന്തോ ഒരു കാര്യത്തിൽ അതിർത്തിയുള്ളത് കൊണ്ടോ ഞാൻ ചെയ്ത ഏതെങ്കിലും തിന്മയുടെയോ കാരണത്തിലല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥന പോലും സ്വീകരിക്കാതിരുന്നിട്ടുണ്ട്. അതിന്റെ ഹൈർ എനിക്കറിയാത്തതുകൊണ്ടാണ്. അതിലൂടെ എന്തോ ഒരു നന്മ സംഭവിക്കാനുണ്ട്. അതെനിക്ക് ജീവിതത്തിൽ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി ഉണ്ടായാൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അള്ളാഹുവിനറിയാം. അതുകൊണ്ട് ഞാൻ ചോദിക്കുമ്പോൾ തന്നെ അള്ളാഹു ഹൈറാണെങ്കിൽ എനിക്ക് നൽകണേ എന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാകേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, ചോദിച്ചുകൊണ്ടേയിരിക്കുക. ചോദിക്കുന്നവരെ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം അള്ളാഹു ജീവിതത്തിലെ പല അനുഭവത്തിലും പല സന്ദർഭത്തിലും അത് അള്ളാഹു പ്രത്യക്ഷത്തിൽ തന്നെ കാണിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അള്ളാഹു സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. الله سبحانه وتعالى മുഴുവൻ കൽപ്പനാ നിയമങ്ങളും നിയമവ്യവസ്ഥകളും ജീവിതത്തിലെ മുഴുവൻ സമയങ്ങളിലും അനുസരിച്ച് പാലിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ എൻ്റെ കാര്യങ്ങൾ മാത്രമല്ല എൻ്റെ ചുറ്റുമുള്ള എൻ്റെ സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ ഒക്കെ ഉൾപ്പെടുത്തുന്ന വിശാലമായൊരു പ്രാർത്ഥനാ രൂപം നമുക്ക് എല്ലാവരും ഉണ്ടാവേണ്ടതുണ്ട്. നമ്മളറിയാലോ, ഫലസ്തീനിലും ഗസയിലും നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യ, ക്രൂരത, അതിക്രൂരമായ മനുഷ്യത്വമില്ലായ്മ, ഇതൊക്കെ പല രൂപത്തിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകൾ കൊണ്ടും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു, മിസൈലുകൾക്ക് സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നു. ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ കൊണ്ടും ഏതാണ്ട് 1,00,000-അടുത്ത് മരണസംഖ്യയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ലോകത്തെ വേദനിപ്പിക്കുന്ന, ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള ഭീകരമായ ഒരു അന്തരീക്ഷം ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അന്ന് ഒക്ടോബർ 7 സമയത്തുണ്ടായ ഒരു മാനസികാവസ്ഥയും വേദനയൊന്നും നമുക്ക് ഇന്ന് കാണുന്നില്ല എന്ന് മാത്രം. അതിങ്ങനെ നോർമലൈസ് ചെയ്ത് കുറഞ്ഞ് വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഭയങ്കര അപകടമാണ്. നമ്മളുടെ പ്രതിഷേധത്തെക്കാൾ, നമ്മളുടെ ശബ്ദത്തെക്കാളൊക്കെ മൂർച്ചയിലുള്ള പ്രാർത്ഥന. ഞാൻ ഇസ്രായേലിന്റെ കൂടെയല്ല, ഫലസ്തീനിന്റെ കൂടെയാണ്, ഗസയുടെ ജനങ്ങളുടെ കൂടെയാണ് എന്ന എൻ്റെ നിലപാടിന് സത്യസന്ധതയുണ്ടോ ഇല്ലേ
എന്ന് മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ ഒറ്റക്കുള്ള പ്രാർത്ഥനയിൽ ആ വിഷയം കടന്നു വരുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇന്നേ വരെ എൻ്റെ മക്കൾ ബാപ്പ എന്തിനാ 4 മണിക്ക് എണീച്ചിട്ട് കരയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്തിനാ ഇങ്ങനെ തിങ്കളും വ്യാഴവും ഒക്കെ നോമ്പെടുക്കുന്നത് നമ്മുടെ മക്കളും ഭാര്യമാരും ചോദിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ബാക്കിയെല്ലാം ചെയ്തിട്ട് പ്രാർത്ഥനയും ഇബാദത്തും നമ്മൾ പുറകോട്ടായാൽ വലിയ അപകടത്തെ നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഐക്യദാർഢ്യത്തിന്റെ സത്യസന്ധത, ആത്മാഭിമാനത്തോടു കൂടി സത്യസന്ധമായിട്ടാണ് ഞാൻ ആ നിലപാട് സ്വീകരിക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഗുണങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കൂടെ തന്നെ സ്വാഭാവികമായും സാമൂഹികപരമായ ഒരു ബോധവൽക്കരണം, സാമൂഹികപരമായ ഒരു ശാക്തീകരണം, അതൊക്കെ അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പാരലലി നടക്കേണ്ട ഒരു സംഗതിയാണ്. അതിലാണ് ബോയ്ക്കോട്ടുകൾ പെടുക. ഇസ്രായേൽ പ്രൊഡക്ട്സുകളൊക്കെ പരമാവധി ബഹിഷ്കരിക്കുക. ഇസ്രായേൽ ക്രൂരതയെ കുറിച്ചിട്ടുള്ള സോഷ്യൽ അവയർനെസ് സോഷ്യൽ മീഡിയയിലൂടെ വളരെ നല്ല രീതിയിൽ സജീവമാകുക എന്നൊക്കെ പറയുന്നത് പാരലലി നടക്കേണ്ട ഒരു സംഗതിയാണ്. ഇതിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത്, അന്തസത്ത എന്ന് പറയുന്നത്, ഞാനും നിങ്ങളും ഒറ്റക്കും കൂട്ടായൊക്കെ ഉള്ള പ്രാർത്ഥനകളിൽ അറിയാതെ ഫലസ്തീനിലെയും ഗസയിലെയും അവസ്ഥകൾ വരണം, അവിടുത്തെ കുഞ്ഞുങ്ങൾ വരണം, സ്ത്രീകൾ വരണം. ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ കണ്ണു നിറയണം, അവർക്ക് വേണ്ടി നോമ്പനുഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റണം. ഇങ്ങനെ ഒരു ആത്മീയപരമായ രീതിയിൽ കൂടി നമ്മുടെ പ്രാർത്ഥനയിൽ അവരെയും കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരും ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും പൂർണ്ണമായും സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന കുറ്റവും കുറവും വീഴ്ചകളും പോരായ്മകളും അള്ളാഹുവിന്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലെ പാപങ്ങൾ അള്ളാഹു പൂർണ്ണമായും കഴുകിക്കളഞ്ഞ് നല്ല മുത്തത്വങ്ങളിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൺമറഞ്ഞു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിലും മുസ്ലിമീങ്ങൾക്കും അള്ളാഹു ഇസ്സത്തും അഭിമാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരസ്പര സ്നേഹവും ഐക്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനെതിരെയുള്ള എല്ലാ കുതന്ത്രങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. ഫലസ്തീനിലും ഗസയിലും അള്ളാഹു ഈമാനും സബറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനും സബറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെ അള്ളാഹു ശുഹദാക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എത്രയും പെട്ടെന്ന് സന്തോഷമുള്ള സമാധാനമുള്ള ഒരു രാപ്പകലുകൾ അവർക്ക് അള്ളാഹു സമ്മാനിക്കുമാറാവട്ടെ. അവിടുത്തെ പട്ടിണി, ദാരിദ്ര്യം, പ്രയാസം ഒക്കെ നീക്കി സന്തോഷമുള്ള ദിനരാത്രങ്ങൾ അള്ളാഹു അവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെ ലോകത്തിന് പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം അള്ളാഹു നമുക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. أقم الصلاة.